അധികാരം ആധിപത്യത്തിനുള്ള തീട്ടൂരമാണോ? സ്ഥാനലബ്ധി ദൈവാനുഗ്രഹമാണ്. അത് സേവനത്തിനും ജനക്ഷേമത്തിനും അവസരമേകുന്നു. അത് അവഗണിച്ചാൽ, അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്തുമാകാമെന്ന് ധരിക്കുന്നവരുടെ മുൻപിലേക്ക് ഒരു ജീവിത പാഠം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സദക് യാഹ്വേ. ആഹാബ് രാജാവ് നീണാൾ വാഴട്ടെ. പ്രഭു, അങ്ങെന്തിനാണ് അടിയനെ വിളിപ്പിച്ചത്? പറയാം നാബോത്ത്. നിങ്ങളുടെ കഴിവിലും അധ്വാനശീലത്തിലും നമുക്ക് അസൂയ തോന്നും. ഇന്നലെ നാം നിങ്ങളുടെ മുന്തിരിത്തോപ്പ് ദർശിക്കുവാനിടയായി. നാബോത്തിന്റെ കൈവേലയുടെ ഐശ്വര്യം കൂടി ഉള്ളുന്ന സമൃദ്ധിയുടെ പച്ചപ്പ് എവിടെയും കാണാം. കൊള്ളാം, നാം സന്തുഷ്ടനായിരിക്കുന്നു. പ്രഭു, എല്ലാം യഹോവയുടെ കാരുണ്യമാണ്. അടിയൻ അവിടുത്തെ ഒരു ഉപകരണം മാത്രം. അപ്പോൾ താങ്കൾ ഒരു ദൈവഭക്തൻ കൂടിയാണ്. നന്നായിരിക്കുന്നു. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നമ്മുടെ മനോമുകുരങ്ങളിൽ തളിർത്താർത്ത് നിൽക്കുന്നു. മറക്കാനാവാത്തൊരു സ്വപ്നം പോലെ. അങ്ങ് പറഞ്ഞു വരുന്നത് അടിയന്? നാബോത്ത്, നാം എന്തു വില വേണമെങ്കിലും തരാം. നമുക്ക് താങ്കളുടെ മുന്തിരിത്തോപ്പ് വേണം. പ്രഭു, അത് മാത്രം അങ്ങ് ചോദിക്കരുത്. അതെന്റെ പിതാക്കന്മാരുടെ ഭൂമിയാണ്. അവരുടെ വിയർപ്പിന്റെ ഗന്ധം ഇന്നും ആ മണ്ണിലുണ്ട്. അവരുടെ വിയർപ്പിന്റെ കനിവാണ് എന്റെ മുന്തിരിത്തോപ്പിലെ ഫലങ്ങൾ. പ്രഭു, അടിയനോട് ദേഷ്യം തോന്നരുതേ. എന്റെ വിളഭൂമി മാത്രം അങ്ങ് ചോദിക്കരുത്. അഹാബ് ഒരിക്കലും ആരുടെയോ അനുവാദത്തിനായി കാത്തിട്ടില്ല. ഇല്ല, അത് മാത്രം ചോദിക്കരുത് പ്രഭു, അത് മാത്രം ചോദിക്കരുത്. ശബ്ദിച്ചു പോകരുത്. കടന്നു വയ്ക്കോ, നമ്മുടെ കൺമുന്നിൽ നിന്ന് കടന്നു പോകാൻ. ആഹാബ് രാജാവ് എന്താ പതിവില്ലാതെ ഈ സമയത്ത് ഉദ്യാനത്തിൽ? അങ്ങ് എന്താ ആകുലനായിരിക്കുന്നത്? അങ്ങയുടെ ഈ സഹധർമ്മിണി എന്തെങ്കിലും വേദന? ഇല്ല മഹാറാൻ, നാബോത്തിന്റെ മുന്തിരിത്തോട്ടം നമ്മെ ഇസ്രായേൽ രാജ്യത്തിന്റെ അധിപനായ അങ്ങേക്ക് സബലീകരിക്കപ്പെടാത്ത മോഹമോ? നാബോത്ത് അങ്ങയെ ധിക്കരിച്ച കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നാം വന്നത്. അങ്ങയുടെ കണ്ണുകളിൽ നിറയുന്ന ഈ നിരാശ നമുക്ക് സഹിക്കാനാവുന്നില്ല. അങ്ങ് ധൈര്യവാനായിരിക്കൂ. വേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. ആ മോതിരം അങ്ങ് ഊരി തന്നാലും. ആരെവിടെ? അടിയൻ. നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ജസ്രയേൽക്കാരനായ നാബോത്തിനെ പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് പ്രധാന സ്ഥാനത്ത് ഉപവിഷ്ടനാക്കണം. അവനെതിരായി 2 കള്ളസാക്ഷികളെ കൊണ്ടുവരണം. അവർ അവനെതിരെ സാക്ഷി പറയട്ടെ. അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. പോകാം. അങ്ങത് കാണുന്നില്ലേ? അങ്ങയുടെ ദാസനത മരിക്കാൻ പോകുന്നു. അരുത്, എന്നെ കൊല്ലരുത്. അരുത്, എന്നെ കൊല്ലരുത്. ചന്ദ്രനെ കണ്ട് കുരയ്ക്കുന്ന നായ, പിതൃസ്വത്തിന്റെ കാവൽക്കാരൻ. രാജസിംഹാസനത്തിന്റെ മുമ്പിൽ മുന്തിരിക്കൊലകളുടെ സമൃദ്ധിയിൽ അഹങ്കരിക്കുന്നവരുടെ അന്ത്യം എടുത്തു മാറ്റൂ ഈ നീച കീടത്തെ. എന്താണ് ജസ്ബേൽ ആ ശബ്ദം? നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അങ്ങയുടെ യജമാനത്വം അംഗീകരിക്കുന്നതിന്റെ സ്വരമാണത്. മുന്തിരിയുടെ സ്വാദും മുന്തിരിത്തോട്ടത്തിന്റെ ഭംഗിയുമുള്ള ലോകത്തേക്ക് നാബോത്ത് യാത്രയായി. ഇനി മുതൽ നാബോത്തിന്റെ തോട്ടം അങ്ങേക്കാണ്. ജസ്ബേൽ, ജസ്ബേൽ, നൂറാടുള്ളവന്റെ അതിമോഹത്തിന് കൂട്ടുനിന്നവൾ ആഹാബ്
കൈവശമുള്ളവയുടെ കണക്കുകൂടലിൽ തെറ്റുപറ്റിയവൻ. നിങ്ങൾക്ക് നാശം. കാരണം നാബോത്തിന്റെ രക്തക്കറ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് തീരാക്കളങ്കം തീർത്തു. പ്രവാചകൻ കനിവ് മാംസം ധരിച്ചു നിന്ന് കരുണയുടെ സുവിശേഷം പ്രസംഗിക്കേണ്ടതിന് പകരം അസത്യങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കള്ള പ്രവാചകൻ. എന്താണ് ജെസബേൽ അസത്യം? നാബോത്തിന്റെ നിലവിളിയോ? ആഹാബ്, ഇതാ നാബോത്തിന്റെ ജീവരക്തത്തിന്റെ കറ ഉണങ്ങിയിട്ടില്ല. അവന്റെ രക്തം നക്കിക്കുടിക്കുന്ന നായ്ക്കളുടെ ആഹ്ലാദാരവങ്ങൾ അടങ്ങിയിട്ടില്ല. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുൾ ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ആഹാബ്, നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. പ്രവാചക, ജെറുസലേം ദൈവാലയത്തിന്റെ ഭിത്തികൾക്കുള്ളിൽ മയങ്ങിക്കിടക്കുന്ന, വാഗ്ദാന പേടകത്തിന്റെ അറയ്ക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവാചകനെ നാം എന്തിനു ഭയപ്പെടണം? ജെസബൽ, കുടിലതയുടെ അവതാരമേ, തിന്മയായിട്ടുള്ളത് നിനക്ക് വരും. കാരണം നീ രക്തം കൊടുത്ത് വാങ്ങിയത് തിന്മയുടെ ഫലമാണ്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജെസബേലിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. ശാപവചസ്സുകളുടെ അവതാരമായ പ്രവാചക, ദുഷ്ടപ്രബോധനങ്ങൾ നിറഞ്ഞ നിന്റെ തല ഞാൻ അടിച്ചു തകർക്കും. കടന്നു വെച്ചോ നമ്മുടെ മുന്നിൽ നിന്ന്. ഞാൻ പോകുന്നു. ഇതാ നിന്റെ നാശത്തിന്റെ പെരുമ്പര മുഴക്കം. ശ്രദ്ധിച്ചാൽ നിനക്കത് കേൾക്കാനാകും. അയ്യോ നായ്ക്കൾ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്ന് ചെയ്യരുത്, എന്നെ ഒന്ന് ചെയ്യരുത്. അയ്യോ നായ്ക്കൾ, എനിക്ക് പേടിയാവുന്നു. എന്നെ ഒന്ന് ചെയ്യരുത്, എന്നെ ഒന്ന് ചെയ്യരുത്. സിറിയക്കാർ നമ്മോട് യുദ്ധത്തിന് വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ നമ്മുടെ സൈന്യത്തിന് പിടിച്ചേൽക്കാനാവുന്നില്ല. കർത്താവ് അരുൾ ചെയ്തതുപോലെ ദുഷ്ടനായ ആഹാബിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു. വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തു നടന്ന ആഭ്യന്തര യുദ്ധത്തിൽ ജെസബലും വധിക്കപ്പെട്ടു. അവളുടെ മാംസം നായ്ക്കൾ ഭക്ഷിച്ചു. ദുരാഗ്രഹത്തിന്റെയും കർത്തൃനിന്ദയുടെയും മറപിടിച്ച ആ ജീവിതത്തിൽ സ്വയം വരുത്തിയ ശാപഗ്രസ്തതയുടെ അശനിപാതം. ദൈവം നീതിമാന്റെ പക്ഷത്താണ്. നാടകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എത്ര ഭംഗിയായിട്ടായിരുന്നു അവർ നാടകം ചെയ്തതെന്ന് ഓർക്കണം അല്ലേ? നല്ലൊരു എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം. എല്ലാവർക്കും വീട്ടിൽ പോകാനൊക്കെ തിക്കും തിരക്കുന്ന കൂട്ടിയിരിക്കുന്ന സമയമാണ്. പക്ഷേ നിങ്ങളുടെ കൈകൾ ഇപ്പോൾ ഫ്രീ ഉള്ളവർ പ്ലീസ് നല്ലൊരു കൈഡി എന്ന് പറഞ്ഞാൽ നല്ലൊരു കൈഡി തന്നെ ഇവർ അർഹിക്കുന്നു. എന്തായിരുന്നു സൗണ്ട്, എന്തായിരുന്നു പെർഫോമൻസ്, വെരി വെൽ ഡൺ. ഒമാൻ സീറോ മലങ്കര കത്തോലിക്ക കൂട്ടായ്മ, നല്ലൊരു കൈയടി പ്ലീസ് കുട്ടികളെ. ഇതൊന്നും അല്ല ഇവർ അർഹിക്കുന്ന കൈയടി. നിങ്ങൾ ക്ഷമിക്കണം, ബിക്കോസ് പകുതിയിലധികം പേരുടെയും കൈകളിൽ ഭക്ഷണമാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വളരെ 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 മനോഹരമായിരുന്നു നിങ്ങളുടെ നാടകം. താങ്ക് യു വെരി മച്ച്. പ്രിയ സഹോദരങ്ങളെ, മനോഹരമായിട്ടുള്ള ഈ ഒരു നാടകം ഇവിടെ നമുക്ക് എല്ലാം പരിചയമുള്ള രതീഷിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മലങ്കര മക്കൾ ഇവിടെ നടത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിലുള്ള പരിശ്രമം, ഇതിൻ്റെ കോസ്റ്റ്യൂം അവരെ സഹായിച്ച ഒരു സഹോദരനുണ്ട്, കോസ്റ്റ്യൂം സഹായിച്ച എല്ലാവർക്കും ഗോപി സാർ, മേക്കപ്പ് മാൻ ഗോപി സാറാണ് ഇവരെ മേക്കപ്പ് ചെയ്തത്. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ ഇവിടെ മനോഹരമായിട്ടുള്ള ആങ്കർ ചെയ്ത ബെറ്റിയും വിജിയും, അവരറിയാമല്ലോ, ഏറ്റവും മനോഹരമായിട്ടും ഭംഗിയായിട്ടും ഇവിടെ ആങ്കർ ചെയ്ത് നമുക്ക് നല്ല കളികളും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ചോദ്യങ്ങളും നമ്മുടെ പരിപാടിയെല്ലാം കണ്ടക്ട് ചെയ്ത് ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിലായിരുന്നു. ഈ രണ്ടുപേർക്കും ഒരു കയ്യടി എല്ലാവർക്കും, വിജിക്കും ബെറ്റിക്കും, രണ്ടുപേരും കൂടെ സ്റ്റേജിലേക്ക് വരിക. പ്രിയരെ, നന്ദിയുടെ ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ നാടകത്തിന് പിന്നണിയിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്.
ആ പിന്നണിയിൽ പ്രവേശിച്ച എല്ലാവർക്കും ഞങ്ങളുടെ നിസ്സീമമായ നന്ദി അറിയിച്ചു.